ഹലോ ഗായ്സ്, പതിവ് പോലെ ഇന്ന് ഇവിടെ മഴയാണ്. ഞങ്ങൾ ഇന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പതാ കറക്റ്റ് ആ സമയം നോക്കിയിട്ടതാ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പുറത്തേക്ക് എത്തി നടന്നു പോയിട്ട് വേണം ഓട്ടോ വിളിക്കാൻ. അതുകൊണ്ട് മഴ മാറാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒടുവിൽ ഇങ്ങനെ മഴ മാറിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ചക്കു ഇന്നലെ രാത്രി അച്ചാച്ചൻ വന്നപ്പോൾ അച്ചാച്ചൻ്റെ കൂടെ പോയി. ഇനിതാ സ്കൂൾ തുറക്കാൻ 5 ദിവസമേ ഉള്ളൂ. വെക്കേഷന് ദുബായിക്ക് പോയോണ്ട് അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഞാനും അമ്മിന്താ ഓട്ടോ വിളിച്ച് പോയോണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ വീട് ഒളരെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി. ചക്കുതേ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ല അവൾക്ക്. സാധാരണ ഞങ്ങൾ സ്കൂട്ടറിലാണ് വരാറ്. ഇന്ന് മഴയായതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഞങ്ങൾ വന്നോന്ന് അറിഞ്ഞപ്പോൾ ലതമ്മ, എൻ്റെ അമ്മയുടെ അമ്മ പക്കാവടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചായക്ക്. ഈ മഴയത്ത് നല്ല ചൂട് ചായയും പക്കാവടിയും കുടിക്കാൻ എന്ത് രസമല്ലേ. തൃശ്ശൂരിൽ റെഡ് അലേർട്ടാണ്, അതുകൊണ്ട് പല സ്കൂളുകൾക്കും ഇന്ന് മുടക്കാണ്. സ്കൂള് തുറക്കണതിന് മുമ്പ് റെഡ് അലേർട്ട് ആണെങ്കിൽ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ മുടക്ക് കിട്ടുമോ? ഞാനതാ ആലോചിച്ചത്. അപ്പം അമ്മ പറഞ്ഞത് ഈ മഴയത്ത് ബുദ്ധിമുട്ടണ കുറേ മനുഷ്യന്മാരുണ്ടെന്നാ. ഈ മഴ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാണ്ടിരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഉച്ച തിരിഞ്ഞ് ചായ കുടിക്കായിരുന്നിട്ടുണ്ട്. പക്കാവട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ, സൂപ്പറായിരുന്നു. ചക്കു ഇതൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടാ. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരെണ്ണങ്ങാനേ കഴിക്കുള്ളൂ. അതും ടേസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഞങ്ങളുടെ മാമന് പൂമുഖവാദിക്കൽ കാത്തിരിക്കുകയാണേ. അങ്ങനെ കാത്തിരിക്കണതിൻ്റെ ഇടയിൽ ഞാനും ചക്കു ഫ്രീ ഫയർ കളിക്കുന്നുണ്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മരുത്വാമല പൊക്കിക്കൊണ്ടുവരുന്ന ബാഹുബലിയെ പോലെ അല്ല ഹനുമാനെ പോലെ മാമൻ ചക്ക കൊണ്ടുവരുന്നു. ചക്ക കണ്ടതും ലതമ്മ നിധി പൊക്കിക്കൊണ്ടു പോണ പോലെ അകത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇനി നാളെ ഇത് വെച്ചിട്ട് ലതമ്മ എന്തേലും ഉണ്ടാക്കും. മാമൻ കയറി വന്നത് തന്നെ RCBയുടെ കളി എന്തായെന്ന് ചോദിച്ചിട്ടാണ്. മാമൻ ഒരു RCB ഫാനാണ്. എൻ്റെ അച്ഛൻ രാജസ്ഥാനും. മാമന്റെ ടീം എന്തായാലും അതിസാഹസികമായിട്ട് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം 10 മണി. ഞങ്ങളെല്ലാരും ഇറങ്ങാൻ പോയി. അപ്പൊ നമുക്ക് പിന്നെ കാണാം.